പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായവനെ, ഈ മധ്യാഹ്നം പിന്നിട്ട നാഴികയിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കിയ ഈ സമയത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് അങ്ങ് നൽകിയിരിക്കുന്ന ആത്മീയമായ അധികാരവും ആത്മീയമായ സ്ഥാനവും കണ്ടുകൊണ്ട് തൃത്വത്തിൽ പുത്രനാം തമ്പുരാനോട് ചേർന്നിരുന്ന് പിതാവാം ദൈവമേ, പുത്രനാം തമ്പുരാനെ, പരിശുദ്ധാത്മാം ദൈവമേ, അങ്ങേ ആരാധിക്കുവാൻ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്നതോർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെയും കഴുകണമേ. ഞങ്ങൾ ആത്മശക്തിയുള്ളവരായി മാറണമേ. പരിശുദ്ധാത്മാവിന്റെ നിയോഗം സ്വീകരിച്ചവരായി മാറണമേ. അന്ധകാരം മാറിയവരായി, അശുദ്ധി മാറിയവരായി, തിന്മയൊഴിഞ്ഞവരായി, വിശുദ്ധിയുള്ളവരായി, കൃപയുള്ളവരായി മാറുവാൻ അത്യുന്നതൻ ഞങ്ങളെ വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും കൃപയാൽ ഞങ്ങളെ പ്രബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസംഖ്യങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ മഹാപാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും മായ്ച്ചു കളയണമേ. വിശുദ്ധമായ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഈ സ്റ്റുഡിയോ, ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ഈ ദൈവമക്കളിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇടം, ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ, വേദനകൾ, അതെല്ലാം യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ നാമത്തിൽ സകല പൈശാചികമായ ബന്ധനങ്ങളും ബാധകളും പൊട്ടപ്പെട്ടു പോകട്ടെ. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം 8-ാം വാക്യം ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് നൽകി. കാറ്റിനാൽ ഉലയുന്ന ഓടയോ അല്ല, എന്ത് കാണുവാൻ പോയി? ജനങ്ങളോടായി തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമാണ്, മരുഭൂമിയിൽ നിങ്ങൾ എന്ത് കാണാൻ പോയി? യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗത്തെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യേശുവിടെ പറയാൻ കാരണം? യോഹന്നാൻ സ്നാപകൻ കാരാഗൃഹത്തിലായപ്പോൾ യേശു കർത്താവിന്റെ പ്രവർത്തന രീതികൾ കണ്ടിട്ട് തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കിലേക്ക് അയച്ചിട്ട് വരുവാനുള്ളവൻ നീയോ എന്ന് ആരായാൻ, അന്വേഷിച്ചറിയാൻ വിട്ടു. യേശു മറുപടിയായി പറഞ്ഞത്, കുരുടർ കാണുന്നുണ്ട്, മുടന്തർ നടക്കുന്നുണ്ട്, ചെകിടർ കേൾക്കുന്നുണ്ട്, മരിച്ചവർ ഉയർക്കുന്നുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു, ഇതെല്ലാം സംഭവിക്കുന്നു. എന്നിട്ടും എന്തേ മനസ്സിലാകാത്തത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ശിഷ്യന്മാർ മടങ്ങിപ്പോകുമ്പോൾ ജനത്തോടായി പറയുന്നു, നിങ്ങൾ എന്ത് കാണുവാൻ പോയി? പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നമ്മോട് ചോദിക്കുന്നത്, ഞാനും നിങ്ങളും എന്ത് കാണുവാൻ പോയി? അർത്ഥം, ഞാനും നിങ്ങളും എന്ത് കണ്ടു? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അത്ഭുതങ്ങൾ നാം സ്വീകരിക്കാറുണ്ട്, അടയാളങ്ങൾ സ്വീകരിക്കാറുണ്ട്, ആത്മീയ മേഖലയിലെ പല കാര്യങ്ങളും മനസ്സിലാക്കാറുണ്ട്. പക്ഷേ എന്ത് കണ്ടു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിനെ കണ്ടു എന്ന് പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ ജീവിതം പരാജയപ്പെട്ടു പോകുന്നു. കൂട്ടായ്മയുണ്ട്, സഭയുണ്ട്, ഒരുപാട് മേഖലകളുണ്ട്. പക്ഷേ ചോദിക്കുകയാണ്, നിങ്ങൾ കർത്താവിനെ കണ്ടുവോ? യേശുക്രിസ്തുവിനോട് ചേർന്നാണോ ജീവിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശുദ്ധാത്മാവ് നൽകിയ സന്ദേശത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞാൽ, നിങ്ങൾ തൃത്വത്തിൽ പുത്രനോട് ചേർന്നോ? ദൈവാത്മാവ് നിങ്ങളിൽ നിറഞ്ഞോ? ദൈവമക്കളെന്ന് ആത്മാവ് താനും നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞോ? ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം കർത്താവിനോട് പറ്റിച്ചേരുന്നതാണ്.
ഇന്നലെ വൈകുന്നേരം പരിശുദ്ധാത്മാവ് നൽകിയ സന്ദേശം ഇത് തന്നെയായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? കാഴ്ചയാലാണോ അതോ വിശ്വാസത്താലാണോ? തീർച്ചയായും പ്രിയപ്പെട്ടവരെ, കാണേണ്ടവനെ കാണുവാൻ നമ്മുടെ കണ്ണ് ഇപ്പോൾ തുറക്കപ്പെടട്ടെ. യേശുവിനെ കണ്ടാൽ ശിക്ഷാവിധി ഒഴിഞ്ഞു പോകുന്നു, വിശുദ്ധ ജീവിതത്തിലേക്ക് വരുന്നു, ജീവിതത്തിൽ ഉറപ്പും ധൈര്യവും കടന്നു വരുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചേരാൻ ആഗ്രഹിക്കുന്നവരെ ഇപ്പോൾ ദൈവം ചേർക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, ഇപ്പോൾ അങ്ങയോട് ചേർന്ന് വളരാൻ ആഗ്രഹിക്കുന്ന മക്കളെ കർത്താവിന്റെ രക്തത്തിൽ ബന്ധിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അകന്നുപോയവർ, തെറ്റിദ്ധരിക്കപ്പെട്ടു പോയവർ, നിരാശയിലായവർ, ഭാരത്തോടിരിക്കുന്നവർ, മനക്ലേശത്താൽ തകർന്നുപോയവർ, പ്രയാസങ്ങളാൽ ഇടറി വീണവർ, വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളോടുകൂടെ തകർന്ന് ജീവിക്കുന്ന സകല ജനത്തെയും യേശുവിന്റെ രക്തത്തിലേക്ക് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതനെ നിന്റെ കൃപ ചൊരിഞ്ഞ് ഞങ്ങളെ വാഴ്ത്തണമേ. അത്യുന്നതനെ നിന്റെ സ്നേഹം നിറഞ്ഞ അനുഭവത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇന്നയോളം നടത്തിയതിനും ഇതുവരെ പരിപാലിച്ചു നന്ദി പറയുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ ഈശ്വരനാമത്തിൽ സൗഖ്യമാകട്ടെ. ഞങ്ങളുടെ പൈശാചിക ബാധകൾ ഈശ്വരനാമത്തിൽ വിട്ടുപോകട്ടെ. ഈ ജനവും കൂട്ടവും കർത്താവിന്റെ നാമത്തിൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിന്റെ ശരീരത്തോട് ചേർന്ന് ബന്ധിക്കപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ പ്രസവിച്ച അമ്മയുടെ ഓർമ്മ ദിവസം തമ്പുരാനെ പറ്റ അമ്മയെ ഞങ്ങൾ ഓർക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥതയും സകല പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും കർത്താവേ, ഈ ശുശ്രൂഷയ്ക്ക് ലോകം മുഴുവനുമുള്ള ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിനോട് ചേരാനും പരിശുദ്ധ അഭിഷേകം സ്വീകരിക്കാനും ആത്മനിറവ് സ്വീകരിക്കാനും ഇടവരുമാറാകട്ടെ. ലോകം മുഴുവനും തമ്പുരാനെ പറ്റി അമ്മയെ അനുസ്മരിക്കുമ്പോ കർത്താവേ, അങ്ങ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അനുഭവത്തെ ഞങ്ങളെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. 2 ശുശ്രൂഷകൾ ദിവസേന നമുക്കുണ്ടല്ലോ. വൈകുന്നേരം 8 മണിയുടെ ശുശ്രൂഷയും 2 മണിയുടെ ഈ ശുശ്രൂഷയും. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന സകല മക്കളോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടാകട്ടെ. ആമീൻ. ഹല്ലേലൂയ.